നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം. ഹോസ്റ്റൽ വാർഡനെ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിയതായി ആശുപത്രി MD ഷംസുദ്ദീൻ. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. കാഞ്ഞങ്ങാട്ട് മൻസൂർ ഹോസ്പിറ്റലിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം. കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. സ്വർണ്ണ വ്യാപാരികളെ റിക്കവറിയുടെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നതായി പരാതി. വിഷയത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥ ഉണ്ടാകണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരം വൈദ്യുതി ഓഫീസിനു മുൻപിൽ യൂത്ത് ലീഗ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർകോട്ട് പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പോയ കാറിനെ പിന്തുടർന്ന് തടഞ്ഞ് പരിശോധിച്ചപ്പോൾ കണ്ടത് കത്തികളും കൊടുവാളും. ഒരാൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ 19-കാരി ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മാതാവിന്റെ പരാതിയിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ മാതാവ് പാണത്തൂരിലെ ഓമനയുടെ പരാതിയിലാണ് വാർഡൻ ചിറ്റാരിക്കൽ സ്വദേശിനി രജനിക്കെതിരെ കേസെടുത്തത്. ഇതിനിടെ ഡിവൈഎസ്പി ഓഫീസിൽ നടന്ന ചർച്ചയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു. ചർച്ചയിൽ പൂർണ്ണ തൃപ്തരെന്ന് സഹപാഠികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ 19-കാരി പാണത്തൂരിലെ ചൈതന്യ ജീവനൊടുക്കുവാൻ ശ്രമിച്ച സംഭവത്തിൽ മാതാവ് ഓമനയുടെ പരാതിയിൽ വാർഡൻ ചിറ്റാരിക്കാൽ സ്വദേശിനി രജനിക്കെതിരെ BNS 126-296B വകുപ്പ് പ്രകാരം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതിനാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വാർഡൻ വിദ്യാർത്ഥിനികളെ മാനസികമായി പീഡിപ്പിച്ചു വന്നിരുന്നതായാണ് പ്രധാന ആരോപണം. വാർഡന്റെ പീഡനമാണ് വിദ്യാർത്ഥിനി കടുങ്കൈ ചെയ്യുവാൻ കാരണമായതെന്ന് സഹപാഠികൾ ആരോപിച്ചിരുന്നു. വിദ്യാർത്ഥികൾ പരസ്യമായി പ്രതിഷേധം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയായിരുന്നു രംഗം ശാന്തമാക്കിയത്. സംഭവത്തെ തുടർന്ന് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തിരുന്നു. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളുടെ പ്രതിനിധികളും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥിനികൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചു. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിൽ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചർച്ചയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടായത്. ചർച്ചയിൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിന് പുറത്തു പോകുന്ന സമയം ദീർഘിപ്പിച്ചു. ഒരു ദിവസം ഇടവിട്ട് വിദ്യാർത്ഥികൾക്ക് ഫോൺ ഉപയോഗിക്കാമെന്നതടക്കമുള്ള കാര്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. ഹോസ്റ്റലിൽ താമസിച്ച് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുമതി നൽകണമെന്ന പോലീസ് നിർദ്ദേശവും മാനേജ്മെന്റ് അംഗീകരിച്ചു. ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും നടപടിയുണ്ടാകും. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ചർച്ചയിൽ പൂർണ്ണ തൃപ്തരെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിഷയത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പോലീസിൽ നിന്നും ഉറപ്പ് ലഭിച്ചതായും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഇപ്പം ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ അത് അവർ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ചൊവ്വാഴ്ച രാവിലെ ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥിനികളിൽ നിന്നും മൊഴിയെടുത്ത ശേഷമാണ് കേസെടുത്തത്. സംഭവത്തെക്കുറിച്ച് 15 ദിവസത്തിനകം സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വനിതാ കമ്മീഷൻ അംഗം ജില്ലാ പോലീസ് മേധാവി D. ശില്പയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം. ഹോസ്റ്റൽ വാർഡനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതായി ആശുപത്രി MD ഷംസുദ്ദീൻ. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. വിദ്യാർത്ഥികൾക്ക് പരാതികളുണ്ടെങ്കിൽ അവ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വ്യക്തമാക്കി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നമ്മളവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചില ആശങ്കകളുണ്ട്. അവിടെ നമുക്കൊരു കുട്ടികൾ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണം വാർഡൻ കുറച്ച് മോശമായി പെരുമാറി, അല്ലെങ്കിൽ കുറച്ച് ഹാഷായി പെരുമാറി എന്നുള്ളൊരു അഭിപ്രായം കുട്ടികൾക്കുണ്ടായിരുന്നു. മാനേജ്മെൻ്റ് അത് കൃത്യമായി അതിൻ്റെ ഗൗരവത്തോട് തന്നെ കണ്ട് തൽക്കാലത്തേക്ക് ഒരു അന്വേഷണ വിധേയമായി വാർഡനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്വേഷണത്തിൽ വാർഡൻ തെറ്റ് ചെയ്തതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കർശനമായ നടപടി ഉണ്ടാവും. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തുന്നുണ്ട് അതൊക്കെ മാനേജ്മെൻറ്റ് തിരുത്തേണ്ട ഭാഗമുണ്ടെങ്കിൽ തിരുത്തും.
അല്ല അതിൽ നടപടിയെടുക്കേണ്ട ഭാഗമുണ്ടെങ്കിൽ നടപടിയെടുക്കും. എല്ലാത്തിനും മാനേജ്മെൻറ്റ് തയ്യാർ. ഫോൺ അവർക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അവർക്ക് ചില ചിട്ടകളുണ്ടായിരുന്നു, പഠനത്തിൻ്റെ ഭാഗമായിട്ടും മറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടും ചില മറ്റേ അഡ്മിഷൻ സമയത്ത് പാരൻസുമായിട്ട് സംസാരിച്ചിട്ട് ചില നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ കുട്ടികൾക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടപ്രകാരം പാരൻസിൻ്റെ സമ്മതത്തോടു കൂടി അവർക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോസ്ദുർഗ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രാവിലെയാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഹോസ്ദുർഗ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ട്രാഫിക് സർക്കിളിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ കനത്ത പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്. പ്രതിഷേധക്കാരെ തടയുന്നതിനായി ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡും സ്ഥാപിച്ചിരുന്നു. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് സ്ഥാപിക്കുവാൻ ഉപയോഗിച്ച കയർ അഴിച്ചുമാറ്റുകയും ബാരിക്കേഡ് മറിച്ചിടുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. തുടർന്ന് പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനമുന്നയിച്ചായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രസംഗം. ന്യായമായ ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ വേട്ടയാടേണ്ടി വരുന്നു. ബാബു പെരിങ്ങത്ത് അവിടെ ആ കോളേജിന്റെ ആശുപത്രിയുടെ മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഇനിയും ഞങ്ങൾ തല്ലും, ഇനിയും ഞങ്ങൾ തല്ലും. ബാബു പെരിങ്ങത്തിന് ഡിവൈഎഫ്ഐ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒളിച്ചിരിക്കാതെ വാടാപുറത്തേക്ക്, നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ മുൻധാരയിലേക്ക് നീ വാ. നീ ഇപ്പോൾ ഇവിടെ പോയി ഈ സമരം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളെ അഭിമുഖീകരിക്കുന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്നെ കാണാനില്ലല്ലോ. നീ എവിടെ പോയി? നീ ഈ മൻസൂർ ഹോസ്പിറ്റലിന്റെ അച്ചാരം വാങ്ങിയാണ് ഇത്തരം ഒരു സമീപനത്തിലേക്ക് പോകുന്നത്. എന്താ ബാബു പെരിങ്ങത്തിന്റെ ലക്ഷ്യം? ഇവിടെ പ്രശ്നം ആരുമായിട്ടാണ്? ഇവിടുത്തെ പ്രശ്നം മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ടാണ്. മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത്. എന്നാൽ ബാബു പെരിങ്ങത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കുപറ്റിക്കൊണ്ട് ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ്. എന്താ ലക്ഷ്യം? ഈ സമരം വിദ്യാർത്ഥികളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം. ഈ സമരം വിദ്യാർത്ഥികളും യുവജനങ്ങളും പോലീസും തമ്മിലുള്ള പ്രശ്നമാക്കി മാറ്റണം. എന്താ ബാബു പെരിങ്ങത്തിനകത്തുള്ള താല്പര്യം? ഒറ്റ കാര്യമാണ്, മൻസൂർ കോളേജിന്റെ മാനേജ്മെന്റിനെ സംരക്ഷിക്കാൻ, ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനാണ് ഇവിടെ ബാബു പെരിങ്ങത്ത് ശ്രമം നടത്തുന്നത്. മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥിനി യുവജന സംഘടനകൾ പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രതിഷേധങ്ങളെല്ലാം സംഘർഷത്തിൽ കലാശിക്കുകയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ആശുപത്രിയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തതിന് 50ഓളം SFIക്കാർക്കെതിരെയും 25ഓളം യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയും ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശനിയാഴ്ചയാണ് വിദ്യാർത്ഥിനി നഴ്സിംഗ് സ്കൂളിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മംഗളൂരു ആശുപത്രിയിൽ അതീവ ഗുരുതര നിലയിൽ കഴിയുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥിനി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തു നിന്നായിരുന്നു നിരവധി പ്രവർത്തകർ അണിനിരന്ന മാർച്ച് ആരംഭിച്ചത്. ഡിവൈഎസ്പി ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. ഇത് പ്രവർത്തകർ മറികടക്കുവാൻ ശ്രമിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടാവുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു.
പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിനോടൊന്ന് പറയാം, കാലം മാറും, കഥ മാറും. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ആ തലങ്ങളിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെയുള്ള പോലീസ് നമ്മുടെ സഹപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോ മോൻ ജോസിന്റെ തലക്ക് വീണ രക്തത്തിന്, അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ ഓരോരാളുകളുടെയും എല്ല് പൊട്ടിയ, അവരുടെ മാരകമായി പരിക്ക് പറ്റിയ ഓരോ കാര്യത്തിനും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട്, അത് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോട് ഓരോന്ന് എണ്ണി പറഞ്ഞ് മറുപടി പറയാനുള്ള ശക്തിയുള്ള പ്രസ്ഥാനമാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസും പോലീസ് ഓർക്കണം. നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാശ്രമം. കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. പ്രതിഷേധക്കാരെ മൗനത്തിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും നിയമപരമായി പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ലെന്നും ശ്രീകാന്ത് ആരോപിച്ചു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ചെപ്പിടി വിദ്യ മാത്രമാണ് ഇത്തരം ഒരു നടപടി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ തൽക്കാലം ഇത്തരം പ്രതിഷേധങ്ങളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു വിദ്യാർത്ഥിനിയുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ആ കുറ്റക്കാർക്കെതിരായിട്ട് ശാശ്വതമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിയാണ് വേണ്ടത്. അവരെ അവിടെ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തുകയല്ല വേണ്ടത്, അവരെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്. അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കുകയാണ് വേണ്ടത്. ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ മാനേജ്മെൻറ്റും പോലീസും ഒരുമിച്ച് ഒത്തുകളിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളെ അവരുടെ ശബ്ദമില്ലാതാക്കാൻ വേണ്ടിയിട്ട്, അവരെ മൗനത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അടിച്ചമർത്തൽ സമീപനം രണ്ട് ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിദ്യാർത്ഥികളുടെ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അതിനിഷ്ഠുരമായിട്ട് അടിച്ചമർത്തുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് കൃത്യമായിട്ട് സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. ഈ പോലീസ് ഇത്തരം സമരങ്ങളെ അടിച്ചമർത്തുന്ന രീതി കാണുമ്പോൾ, ഈ ശൈലി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നിഷ്ഠുരമായിട്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുന്നത്. സ്വർണ്ണ വ്യാപാരികളെ റിക്കവറിയുടെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നതായി പരാതി. മോഷണ കേസുകളിലെ റിക്കവറിക്കായി ജ്വല്ലറിയിലെത്തുന്ന പോലീസ് മോഷ്ടാക്കളേക്കാൾ വലിയ മോഷ്ടാക്കളായി സ്വർണ്ണ വ്യാപാരികളെ സമൂഹത്തിനു മുന്നിൽ ചിത്രീകരിക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും വിഷയത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥ ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമീപകാലത്ത് നടന്ന മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പോലീസ് റിക്കവറി നടപടികൾ നടത്തുന്നതെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ ആരോപിക്കുന്നത്. കർണാടക പോലീസിൽ നിന്നാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നും മോഷ്ടാക്കളെക്കാൾ വലിയ മോഷ്ടാക്കളെന്ന രീതിയിലാണ് പോലീസ് പെരുമാറുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. വിഷയത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥ വേണമെന്നും ഹൈക്കോടതിയടക്കം സമീപിക്കുന്നതിനായുള്ള ഒരുക്കത്തിലാണെന്നും അഹമ്മദ് ഷെരീഫ് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ട് മോഷണം നടത്തിയ കള്ളന്മാരെക്കാളും വലിയ ക്രിമിനൽ കുറ്റമായി സ്വർണ്ണ വ്യാപാരികളാണ് ഇതിൻ്റെ പിന്നിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് വരുന്ന പോലീസുകാരൊക്കെ വലിയ തോതിൽ കാസർഗോഡ് ജില്ലയിലെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന് കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ പിടിച്ചെടുക്കുകയും അതിൻ്റെ പേരിൽ വ്യാപാരികളെ അതിൽ പ്രതികളാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി നിയമാനുസൃതം ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. അതിന് നിയമത്തിന് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സ്വർണ്ണ വ്യാപാരികൾ ഇപ്പോൾ ആദ്യമായി ആലോചിച്ചിട്ടുള്ളത്.
പഴയ സ്വർണം വാങ്ങുന്നതിനായി ജ്വല്ലറിക്ക് സമാന്തരമായ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മോഷ്ടാക്കൾ മോഷണം മുതൽ വിൽക്കുവാൻ ഇവരെയാണ് സമീപിക്കുന്നതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോടോത്ത് അശോകൻ നായർ പറഞ്ഞു. മൊബൈൽ നമ്പറുകൾ മാറ്റുന്നത് കാരണം ഇത്തരക്കാരെ പിടികൂടുവാൻ പോലീസിന് സാധിക്കുന്നില്ല. കൃത്യമായ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണ് ജ്വല്ലറികൾ സ്വർണം വാങ്ങുന്നതെന്നും റിക്കവറി നടപടികളുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാട് തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും കോടോത്ത് അശോകൻ നായർ പറഞ്ഞു. പഴയ സ്വർണം വിലക്ക് വാങ്ങുന്നതിൽ സമാന്തരമായിട്ട് കാസർഗോഡ് ജില്ലയിൽ ഈ ഫോണിൽ കൂടി അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്തും കൊണ്ടും വാട്സപ്പിൽ പരസ്യം കൊടുത്തും കൊണ്ട് മൊബൈൽ ബിസിനസ് നടത്തുകയാണ്. അവർ ബാങ്കിലെ സ്വർണം എടുക്കാമെന്നും മറ്റു രീതിയിൽ സ്വർണത്തിന് പത്രവില കൊടുക്കുന്നു എന്നുള്ള പരസ്യത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇപ്പോൾ സാധാരണക്കാർ മിക്കവാറും പഴയ സ്വർണം വിൽപ്പന നടത്തുന്നത്. അത് ജ്വല്ലറി കടകളിലേക്ക് എത്തും. ഞങ്ങളാണെങ്കിൽ അതിൻ്റെ കൃത്യമായ ശതമാന കണക്ക് കുറവ് ചെയ്തും കൊണ്ട് മാത്രമേ നമുക്ക് സ്വർണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ആൾക്കാരിലേക്കാണ് ഈ കളവ് മുതൽ കൂടുതൽ എത്തുന്നത്. പക്ഷേ അത് പോലീസിന് അവരെ തേടി പിടിക്കാനോ അവരെ കണ്ടെത്താനോ സാധിക്കുന്നില്ല. കാരണം അവർ 1-2 മാസം കഴിയുമ്പോൾ ആ മൊബൈൽ മാറ്റി പുതിയ നമ്പറിലേക്ക് കിടക്കുന്നത്. അപ്പോൾ സമാന്തര ബിസിനസ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അത് പോലീസ് ജാഗ്രത പാലിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് എടുത്തുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പോലീസ് റിക്കവറി നടത്തി സ്വർണ്ണാഭരണങ്ങൾ പിടികൂടുന്നത് മൂലം വ്യാപാരികൾക്ക് കനത്ത നഷ്ടമാണുണ്ടാകുന്നതെന്നും ഇത് കാരണം പലരും ഈ മേഖല തന്നെ വിട്ടുപോകുന്ന അവസ്ഥയാണുള്ളതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. കെ അഹമ്മദ് ഷെരീഫിനും കോടോത്ത് അശോകൻ നായർക്കും പുറമെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ.എ. അബ്ദുൽ കരീം, ട്രഷറർ ബി.എം. അബ്ദുൽ കബീർ, വർക്കിംഗ് പ്രസിഡന്റ് റോയ് ജോസഫ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്, കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് ജി.വി. നാരായണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം വൈദ്യുതി ഓഫീസിനു മുൻപിൽ യൂത്ത് ലീഗ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. സർക്കാർ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരത്തിന്റെ ഭാഗമായാണ് പ്രകടനം നടത്തിയത്. സർക്കാർ അനിയന്ത്രിതമായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തിൽ കേരളത്തിലെ എല്ലാ വൈദ്യുതി ഓഫീസിനു മുന്നിലും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം വൈദ്യുതി ഓഫീസിനു മുൻപിൽ യൂത്ത് ലീഗ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. യൂത്ത് ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹനീഫ് കുച്ചിക്കാട് അധ്യക്ഷത വഹിച്ചു. അസീസ് ഹാജി, KM ഖാദർ, സിദ്ദിഖ് ഹാജി, മൊയ്തീൻ സാഹിബ്, മുസ്തഫ ഉദ്യാവർ, ഹനീഫ് BM, ബഷീർ കണില, മുക്താർ A, ഇർഫാൻ കുച്ചിക്കാട്, റിയാസ് ഉദ്യാവർ തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർകോട്ട് പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പോയ കാറിനെ പിന്തുടർന്ന് തടഞ്ഞ് പരിശോധിച്ചപ്പോൾ കണ്ടത് കത്തികളും കൊടുവാളും. ചൊവ്വാഴ്ച പുലർച്ചെ ബന്ദിയോട് പെർമുദേ റോഡിലെ ഗോളിനടുക്കയിലാണ് സംഭവം. കാർ ഓടിച്ചിരുന്ന ബണ്ട്വാൾ ആംടാടി ലൊറേറ്റോവിലെ ആദ്ലി ജോക്കിൻ കാസ്റ്റിലിനോ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാസർകോട്ട് പോലീസിനെ കണ്ട് അമിത വേഗതയിൽ മുന്നോട്ട് നീങ്ങിയ കാർ പിടികൂടി നടത്തിയ പരിശോധനയിൽ കത്തികളും കൊടുവാളും മുഖം മൂടിയും കയ്യുറയും കണ്ടെടുത്തു. സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന ബണ്ട്വാൾ ആംടാടി ലൊറേറ്റോവിലെ ആദ്ലി ജോക്കിൻ കാസ്റ്റിലിനോ എന്നയാളെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ ബന്ദിയോട് പെർമുദേ റോഡിലെ ഗോളിനടുക്കയിലായിരുന്നു സംഭവം. ഗോളിനടുക്കയിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു കർണാടക രജിസ്ട്രേഷനിലുള്ള കാർ. പോലീസ് വാഹനം കണ്ടതോടെ ഈ കാർ മുന്നോട്ട് നീങ്ങി. ഇതിൽ സംശയം തോന്നിയ പോലീസ് വാഹനം കാറിനെ മറികടന്ന് റോഡ് ബ്ലോക്ക് ചെയ്തു. കാർ ഓടിച്ചിരുന്ന യുവാവിനെ ചോദ്യം ചെയ്തുവെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. സംശയം തോന്നി കാറിനകത്ത് പരിശോധിച്ചപ്പോഴാണ് മാറ്റിന് അടിഭാഗത്തായി ഒളിപ്പിച്ച നിലയിൽ വലിയ കൊടുവാൾ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡിക്കിയിൽ സൂക്ഷിച്ച നിലയിലുണ്ടായിരുന്ന കത്തികളും കണ്ടെത്തി.
കൂടാതെ ഡാഷിനകത്തു നിന്നും കയ്യുറകളും മുഖം മൂടിയും കണ്ടെത്തി. യുവാവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആംസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത്. SI ശ്രീജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബാബു, ഡ്രൈവർ കൃഷ്ണപ്രസാദ് എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിന്റെ 18ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 11 അണിയലം എന്ന കൊറിയോഗ്രാഫിക് ഡ്രാമ അരങ്ങേറുന്നു. നാട്ടിലെ 80ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്ന നാടകം ആസ്വാദകർക്ക് പുതിയ ദൃശ്യാനുഭവമായി മാറും. 100-150 വർഷം പിറകിലേക്ക് സഞ്ചരിച്ച് അന്നത്തെ കാലത്തെ അടയാളപ്പെടുത്തുന്നതാണ് നാടകമെന്ന് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച സുരാജ് മാവിലയും മറ്റ് അണിയറ പ്രവർത്തകരും ചെമ്മനാട് ധർമ്മശാസ്ത്ര ഭജനമന്ദിര ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നും തീവ്രമായി നിലകൊള്ളുന്ന ജാതീയ ചിന്താഗതികൾ, ആചാരങ്ങളുടെ മറവുപറ്റി പോലും സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ഇതാണ് അണിയലം എന്ന നാടകത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേജിന് പുറമെ ചെമ്മനാടിൻ്റെ പ്രകൃതി രമണീയതയിൽ പാടം, പാടവരമ്പ്, കുടിലുകൾ, ചായക്കട, താനം എന്നിങ്ങനെ കഥയുടെ ആവിഷ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ സെറ്റുകൾ ഒരുക്കിക്കൊണ്ട് കൂടിയാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത്. 3 മാസക്കാലമായി തുടരുന്ന പരിശീലനങ്ങൾക്ക് ഡിസംബർ 11 പരിസമാപ്തി കുറിക്കുകയാണെന്നും ഇവർ അറിയിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 11 ബുധനാഴ്ച 8 മണിക്ക് അണിയലം എന്ന കൊറിയോഗ്രാഫിക് ഡ്രാമ അരങ്ങേറുകയാണ്. നാട്ടിലെ ഏകദേശം 80ഓളം കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന ആ നാടകത്തിൽ ജാതീയത പ്രമേയമാക്കിക്കൊണ്ടാണ് ആ നാടകം അരങ്ങത്തെത്തുന്നത്. വേദിയിലും ഒരേ സമയം വേദിയിലും അതുപോലെ പുറമേയും കുടിൽ, പാടം, പാടവരമ്പ്, അതുപോലെ സെറ്റുകൾ ഒരുക്കി സിനിമയുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ സെറ്റുകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ കൊറിയോഗ്രാഫിക് ഡ്രാമ തയ്യാറാക്കുന്നത്. സുരാജ് മാവിലയോടൊപ്പം ചെമ്മനാട് ധർമ്മശാസ്ത്ര ഭജനമന്ദിര ഉത്സവ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാനായ ഗംഗാധരൻ കാട്ടാമ്പള്ളി, കൺവീനർ ദിവാകരൻ കോണത്തുമൂല, പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ രവി നഞ്ചിൽ, ഗിരീഷ് പാലോത്ത്, ഡ്രാമയുടെ കലാസംവിധാനം ഒരുക്കുന്ന ജയരാജ് മാടിക്കാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയോര മണ്ണിൽ ആദ്യമായി സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ യാഥാർത്ഥ്യമാകുന്നു. കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശമായ ചിറ്റാരിക്കൽ ഈട്ടിത്തട്ടിലാണ് വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ അഥവാ WMC എന്ന പേരിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചത്. ഡിസംബർ 16 WMCയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ചിത്ര സംയോജകൻ രഞ്ജൻ എബ്രഹാം നിർവഹിക്കും. കാസർഗോഡ് ജില്ലയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതോടെ ജില്ലയിൽ നിന്നും അനുദിനം സിനിമാ നിർമ്മാണം നടന്നുവരുന്ന സാഹചര്യത്തിൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയുടെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലിരുന്ന് സിനിമയുടെ ജോലികൾ പൂർത്തീകരിക്കുവാൻ ഒരിടം. കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശമായ ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിലാണ് വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ എന്ന പേരിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ജനങ്ങൾക്കായി സമർപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത ഫിലിം എഡിറ്റർ രഞ്ജൻ എബ്രഹാം WMCയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സിനിമ ടെലിവിഷൻ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി അധ്യക്ഷത വഹിക്കും. സെന്റ് തോമസ് ഫൊറോന ദേവാലയ വൈദികൻ റവറന്റ് ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സിനിമാ മേഖലയിലെ പല പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. എഡിറ്റിംഗ്, ഡബ്ബിംഗ്, മിക്സിംഗ്, മ്യൂസിക് തുടങ്ങി ഒരു സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സ്റ്റുഡിയോയിൽ ക്രമീകരിച്ചിരിക്കുന്നു. സിനിമാ പ്രവർത്തകർക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ റെക്കോർഡിംഗ് സംവിധാനങ്ങളും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ സേവനവും ഉൾപ്പെടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ WMCയിൽ നിന്നും സിനിമ പൂർത്തീകരിക്കുവാനാകും. ഒരു സിനിമ അല്ലെ ഡോക്യുമെൻ്ററി, ഷോർട്ട് ഫിലിം എന്തു തന്നെയായാലും അതിൻ്റെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, എല്ലാ വീഡിയോ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും, അതേപോലെ തന്നെ ഓഡിയോ സംബന്ധമായ എല്ലാ വർക്കുകളും പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് വീണ്ടും നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്, ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ആൾക്കാർക്ക് വന്ന് സ്റ്റേ ചെയ്ത്
ഒരു സിനിമയായാലും ഡോക്യുമെൻ്ററി ആയാലും ഒക്കെ വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന, സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ആദ്യത്തെ ഒരു സ്ഥാപനം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ ജസ്റ്റിൻ തോമസ്, പ്രസാദ് മുദ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിലായിരുന്നു സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം വാർഷിക സമ്മേളനത്തിന് കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിൽ സമാപനമായി. KSSPA ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSSPA കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ ഫോറം കമ്മിറ്റി മെമ്പർ K സരോജിനി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി MK ദിവാകരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി, പുരുഷോത്തമൻ കാടകം, M നാരായണ, KP ബലരാമൻ നായർ, VV ജയലക്ഷ്മി, P ശശിധരൻ, മായില നായിക് B തുടങ്ങിയവർ സംസാരിച്ചു. KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും ട്രഷറർ TK ശ്രീധരൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം സബ് ട്രഷറിക്ക് മുന്നിൽ പെൻഷൻകാർ ധർണ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമരം ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക. 2019 പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങി 7-ൽ പരം ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പെൻഷൻകാർ അണിനിരന്നു. സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. ഒരു നീലേശ്വരത്തുകാരനെ, കണ്ണൂർക്കാരനെ, കാസർഗോഡുകാരനെ, ഇനി UAE-യിലായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവിടെ പ്രധാനപ്പെട്ട തസ്തികകൾ, പോസ്റ്റുകൾ ഏതെങ്കിലും ചില മേഖലകളിൽ ഇനി ജോലി ലഭിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ അവർ നടക്കിയ ദേശാഭിമാനത്തിന്റെ ഭാഗമായി ഈ കേരളത്തിനകത്തേക്ക് പ്രതിമാസം 20,000 കോടി രൂപയുടെ ഒഴുക്കാണ്. 20,000 കോടി. പ്രസിഡന്റ് V സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K സുജാതൻ, KS മുരളീധരൻ, V കൃഷ്ണൻ, M വിജയൻ, കുത്തൂർ കണ്ണൻ, M കുഞ്ഞുഗോവിന്ദൻ, KV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ പുരോഗമന കലാസാഹിത്യ സംഘം നടന്നുപോകുന്ന വാക്ക് EP രാജഗോപാലന്റെ എഴുത്തുവഴികൾ എന്ന ശീർഷകത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കും. ഡിസംബർ 14-ന് കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. EP രാജഗോപാലന്റെ സാംസ്കാരിക ജീവിതത്തെ പൊതുവായും എഴുത്തുവഴികളെ വിശേഷിച്ചും ചർച്ച ചെയ്യാനുള്ള വേദിയൊരുക്കുകയാണ് കാസർഗോഡ് ജില്ലാ പുരോഗമന കലാസാഹിത്യ സംഘം. മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അണിനിരക്കുന്ന പരിപാടി ഡിസംബർ 14-ന് കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ ഡോക്ടർ സുനിൽ P ഇളയിടം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് EP രാജഗോപാലന്റെ 2 പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും. പല ഭാഷകളിലെ ജീവിതം PVK പനയാലിൽ നിന്നും VM മൃദുലും, എന്റെ സ്ത്രീ അറിവുകൾ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടനിൽ നിന്ന് ഡോക്ടർ CK സബിതയും ഏറ്റുവാങ്ങും. EP കൃതികളിലെ മൗലിക നിരീക്ഷണങ്ങളെ മുൻനിർത്തി തയ്യാറാക്കിയ പാനൽ പ്രദർശനം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 3 സെഷനുകളിലായി പാനൽ ചർച്ചകൾ നടക്കും. വായനക്കാരന്റെ രാജ്യഭാരം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഡോക്ടർ EC ശ്രീഹരി മോഡറേറ്ററാകും. എഴുത്തിന്റെ ഗ്രാമങ്ങളിൽ VS ബിന്ദു മോഡറേറ്റ് ചെയ്യും. നോട്ടപ്പാടുകൾ സാംസ്കാരിക വിമർശന്റെ ചിന്താലോകം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ച PK സുരേഷ് കുമാർ നിയന്ത്രിക്കും. EP രാജഗോപാലനുമായി നടക്കുന്ന മുഖാമുഖം TR അജിയൻ നിയന്ത്രിക്കും. പയ്യന്നൂർ കോളേജിലെ മൂവി മാനിയ തയ്യാറാക്കിയ EP രാജഗോപാലന്റെ ബയോപിക് ഏതൽ പണിക്കാരൻ പ്രദർശിപ്പിക്കും. പുസ്തക പ്രദർശനവും സുവനീർ പ്രദർശനവും പുസ്തക വിൽപ്പനയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ കുട്ടമത്ത്, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ഡോക്ടർ KV സജീവൻ, MP ശ്രീമണി, പ്രശാന്ത് അടോട്ട്, KM സുധാകരൻ, ഡോക്ടർ CK സബിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
അടിക്കടി വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ ബദറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വൈദ്യുതി മന്ത്രി എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്നാണ് എല്ലാവരും വൈദ്യുതി മന്ത്രിയെ കണ്ടത്. ആർക്കും വൈദ്യുതി മന്ത്രിയെ ഇതുവരെ അറിഞ്ഞിട്ടേയില്ല. അയാൾ ഈ പൈസ കൂട്ടുന്നു എന്ന് പറയാൻ മാത്രമാണ് കേരളത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം മാത്രമേ നമ്മുടെ വൈദ്യുതി മന്ത്രി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൂ. 5 പ്രാവശ്യം വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ചു. ഈ 5 പ്രാവശ്യം അല്ലാതെ വൈദ്യുതി മന്ത്രിയെ ഇവിടെ ആരും കണ്ടിട്ടേയില്ല. അങ്ങനെയുള്ള വൈദ്യുതി സമസ്ത മേഖലയിൽ നമുക്കറിയാം, എവിടെ നോക്കിയാലും വിലക്കയറ്റമാണ്. ഉള്ളിയുടെ വില എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ചക്കറിയുടെയും വില എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഈ പച്ചക്കറിയുടെയും മറ്റു അവശ്യ സാധനങ്ങളുടെയും വില കുതിച്ചു കയറുകയാണ്. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MK റഷീദ് ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KK ജാഫർ സ്വാഗതം പറഞ്ഞു. CK റഹ്മത്തുള്ള, CK അഷ്റഫ്, NA ഉമ്മർ, T അബ്ദുൽ അസീസ്, CH കാസിം, ഷംസുദ്ദീൻ ആവിയിൽ, MS ഹമീദ് ഹാജി, ഹാരിസ് ബദ്രിയ നഗർ, സിദ്ദിഖ് ഞാണിക്കടവ, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, കുഞ്ഞബ്ദുള്ള ബല്ലാക്കടപ്പുറം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം ജനുവരിയിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. 2025 ജനുവരി 18 കാഞ്ഞങ്ങാട് നടക്കുന്ന കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത ഉദ്ഘാടനം ചെയ്തു. ഇതും കൂടി നമുക്ക് കാഞ്ഞങ്ങാടിനെ കാണിച്ചു കൊടുക്കാം. നമ്മുടെ സീനിയർ സിറ്റിസന്റെ ആ ഒരു പ്രൗഢത അല്ലെങ്കിൽ ആ ഒരു ഗാംഭീര്യം എന്താണെന്ന് നമുക്ക് കാഞ്ഞങ്ങാടിനെ കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇപ്പം പറഞ്ഞ് 28ാമത്തതാണ് ശ്രീ പട്ടതിരി പാലനെ. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനുഭവത്തിൽ നിന്നാണ് അല്ലേ. ഒരു ബസ്സിലെ മറ്റേ യാത്ര ചെയ്യുമ്പോൾ ഒരു സാധാരണയുള്ള ഒരു പ്രായമായ ഒരാളോടുള്ള ഒരു അവഗണന കണ്ട ആ സമയത്താണ് ഇത്തരം ഒരു സംഘടന എന്തായാലും വയോജനങ്ങൾക്ക് വേണം എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ അത് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോടുള്ള അവഗണന എന്ത് തന്നെ ആയാലും നമ്മൾ എന്നും ബഹുമാനിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് നമ്മൾ വയോജനങ്ങൾ എന്ന് പറയുന്നത് തന്നെ. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് T അബൂബക്കർ ഹാജി അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ വീണ PK, അശോക് കുമാർ N, KK ബാബു, സ്റ്റേറ്റ് സെക്രട്ടറി ജോർജ് വർഗീസ്, M ഗംഗാധരൻ, PK അബ്ദുറഹ്മാൻ, M ഗോപാലകൃഷ്ണക്കുറുപ്പ്, M പുരുഷോത്തമൻ, ട്രഷറർ മുരുകപ്പനാചാരി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി YMC ചന്ദ്രശേഖരൻ സ്വാഗതവും P നാരായണൻ അടിയോടി നന്ദിയും പറഞ്ഞു. ജില്ലാ സമ്മേളന സംഘാടക സമിതി ചെയർപേഴ്സണായി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, രക്ഷാധികാരിയായി സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ്, K സുകുമാരൻ മാസ്റ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാൻമാരായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത KJ അഗസ്റ്റിൻ, KC അഗസ്റ്റിൻ, അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവരെയും വർക്കിംഗ് ചെയർമാനായി T അബൂബക്കർ ഹാജി, ജനറൽ കൺവീനർമാരായി M പുരുഷോത്തമൻ, മേരിക്കുട്ടി മാത്യു, P നാരായണൻ അടിയോടി, KC ആന്റണി, രത്നാകരൻ പിലാത്തടം എന്നിവരെയും 101 അംഗ സംഘാടക സമിതിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം. DYFI പ്രവർത്തകർ DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം. ഹോസ്റ്റൽ വാർഡനെ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിയതായി ആശുപത്രി MD ഷംസുദ്ദീൻ. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. കാഞ്ഞങ്ങാട്ട് മൻസൂർ ഹോസ്പിറ്റലിൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം. കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. സ്വർണ്ണ വ്യാപാരികളെ റിക്കവറിയുടെ പേരിൽ പോലീസ് പീഡിപ്പിക്കുന്നതായി പരാതി. വിഷയത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥ ഉണ്ടാകണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. മഞ്ചേശ്വരം വൈദ്യുതി ഓഫീസിന് മുൻപിൽ യൂത്ത് ലീഗ് പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർകോട്ട് പോലീസിനെ കണ്ട് അമിത വേഗതയിൽ പോയ കാറിനെ പിന്തുടർന്ന് തടഞ്ഞ് പരിശോധിച്ചപ്പോൾ കണ്ടത് കത്തികളും കൊടുവാളും. ഒരാൾ അറസ്റ്റിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.